എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടാട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിന് നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് മസാല തേക്കാം. ചിക്കനിലേക്ക് മസാല തേക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ കൊണ്ടാട്ടം എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്പൈസി ആയിട്ടൊക്കെ ഇരിക്കണം. പക്ഷേ ഞാനിവിടെ മുളക് പൊടി അധികം ചേർക്കണില്ല. മക്കൾക്കുള്ളതായ കാരണം കൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് കളറിന് വേണ്ടി മാത്രം ചേർക്കണത് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് വെക്കാം. നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഞാനിവിടെ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി കാരണം സവോളയാണ് കേട്ടോ എടുത്തേക്കണത്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 സവോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്കിത് കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കിനി ചിക്കൻ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ശരിക്കും നമുക്ക് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയും കൊണ്ട് തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാം. പക്ഷെ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് ശരിയാക്കാൻ കേട്ടോ. നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പീസാക്കി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് വഴന്ന് വരാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മളുടെ സവോളയൊക്കെ ഒരുവിധം വഴന്ന് വരുമ്പോൾ അതിലേക്കൊരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. നമ്മളുടെ മസാലയ്ക്കുള്ള സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 3 ടീസ്പൂണ് കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ടിട്ടുള്ള കുത്തുമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന വരെ വഴറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട്.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മസാല ചേർത്തു, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. നമ്മളുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്തേക്കണത്. അത് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ മസാല ഒന്ന് ലൂസാക്കി എടുക്കണം. ആ ലൂസാക്കിയതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൊക്കെ ആക്കിയതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇളക്കി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല എനിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മളുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മളുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാട്ടാ. ഇങ്ങനത്തെ ചിക്കൻ കൊണ്ടാട്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നല്ല കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ടാണ് ഒരു കറി ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയണത്. അവന് നല്ല ഇഷ്ടമായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മൾക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു 3 പല്ലാസ പാവാട പല്ലാസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് വന്നതാണ് കേട്ടോ. ഇതുവരെയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പാകമാണോ എന്ന് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന്. മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. റെഡ്, ബ്ലാക്ക്, ബ്ലൂ. പൊട്ടിച്ച് നോക്കട്ടെ. വീഡിയോയിൽ കാണുമ്പോൾ നല്ല ചുവന്ന കളറ്. ഇത്ര ചുവപ്പില്ല കേട്ടോ നമ്മുടെ ഇതിന്. മെറൂൺ കളറാണ്, ഡാർക്ക് മെറൂണാ. പക്ഷെ വീഡിയോയിൽ നല്ല റെഡ്. അടിപൊളി. എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞിട്ട് എവിടേക്കാണോ പോണേന്നാണോ നിങ്ങൾ വിചാരിക്കണേ? നമ്മൾ വിഷു ഒക്കെ വരികയല്ലേ, അപ്പോൾ പടക്കമൊക്കെ വാങ്ങിക്കണ്ടേ? വിഷു ആയിക്കഴിഞ്ഞാൽ പടക്കമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ പടക്കം മേടിക്കാനായിട്ട് ടൗണിൽ പോവാണ്. നമ്മൾ പറവട്ടാനിൽ നിന്നാണ് പടക്കം മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. അതിനെത്ര
എവിടെ കത്തിക്കുക അവിടെയാ പൊടി തന്നെയാണോ ചീറ്റ മൂന്ന് ചീറ്റ അങ്ങനെ നമ്മൾ വിഷുവിനുള്ള പടക്കമൊക്കെ മേടിച്ചു. വീട്ടിലേക്ക് അല്ലാട്ടോ നമ്മൾ നേരെ പോണത്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ചെടി മേടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നേരെ പോണത് കേശവ് പ്ലാന്റ്സിലേക്കാണ്. കേശവ് പ്ലാന്റ്സിന് ഒരുപാട് നഴ്സറികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പോണത് മണ്ണുത്തിയിലുള്ള കേശവ് പ്ലാന്റ്സിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചപ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമായത്. അവിടുത്തെ ചെടികളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റികൾ കേശവ് പ്ലാന്റ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് വാങ്ങി. ഒരുപാട് വെറൈറ്റികളാണ് വന്നേണത്. നമ്മുടെ ബോഗൺവില്ലയുടെ സീസണാണല്ലോ ഇപ്പോൾ. ബോഗൺവില്ലയുടെ ഒരുപാട് കളക്ഷനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് പോയി വാങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് കേശവ് പ്ലാന്റ്സ്. കേശവ് പ്ലാന്റ്സ് 3 സ്ഥലത്തുണ്ട് കേട്ടോ. ചെരക്കോട്, തേറമ്പം, മണ്ണുത്തി. ഞാനിപ്പോൾ മണ്ണുത്തിയിൽ നിന്നാണ് വാങ്ങിച്ചേക്കണത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പോയി വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് അല്ലാട്ടോ നേരെ നമ്മൾ തെക്കുംപാടത്തിനാണ് പോണേ. അവിടെ നിന്ന് മഞ്ഞക്കുന്ന് പള്ളിയിൽ പെരുന്നാളാന്ന് പറഞ്ഞു അമ്മയച്ഛനും. അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തെക്കുംപാടത്തിനാണ് പോയത്. അപ്പം ഇനി നമുക്ക് മഞ്ഞക്കുന്ന് പള്ളിയിലത്തെ പെരുന്നാൾ കാണാം കേട്ടോ.
പള്ളി പെരുന്നാളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.